തിരുവചനം തിരുവചനം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. യേശുവിൻ്റെ ലോകപ്രസിദ്ധമായ മലയിലെ പ്രസംഗ സമയത്താണ് ജനങ്ങളോട് തിരിഞ്ഞ് ഈശോ പറയുക, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇവ രണ്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അനിവാര്യ ഘടകങ്ങളാണല്ലോ. നമുക്കിപ്പോൾ ഉപ്പിനെക്കുറിച്ച് അല്പം ചിന്തിക്കാം. ഒന്ന്, ഭക്ഷണത്തിന് രുചി നൽകുന്ന പദാർത്ഥമാണ് ഉപ്പ്. നാം ഭക്ഷണം കഴിക്കുന്നത് ഊർജം കിട്ടാനാണ്. ഊർജം കിട്ടുന്നത് നമുക്ക് ജീവിക്കാനും ചലിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആവശ്യമാണ്. ഭക്ഷണത്തിലെ രാജാവാണ്, യജമാനനാണ് ഉപ്പ്. അത് ഉപ്പിനറിയാം. അതുകൊണ്ടാണ് ഉപ്പ് നമുക്ക് രുചി നൽകി ഭക്ഷണം കഴിക്കാൻ നമ്മെ കൊതിപ്പിക്കുന്നത്. അമ്മ നമുക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നമുക്ക് ഭക്ഷണം നൽകി നമ്മെ കഴിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഉപ്പും ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ചുമതല നിർവഹിക്കുന്നത് പോലെ തോന്നും. അമ്മയെപ്പോലെ അടുത്തിരുന്ന് ഉപ്പ് ഭക്ഷണത്തിന് രുചി നൽകി നമ്മെ കഴിപ്പിച്ച് ഊർജ്ജസ്വലരാക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു വലിയ ധർമ്മം ഉപ്പ് നിർവഹിക്കുന്നു. ഈശോ ശിഷ്യരോട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ക്രിസ്ത്യാനികളായ നമ്മൾ എന്തുമാത്രം അവർക്ക് രുചി നൽകുന്നവരായി മാറണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അതിലടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സംഭാഷണത്തിൽ, പെരുമാറ്റത്തിൽ, ജീവിതശൈലിയിൽ മറ്റുള്ളവർക്ക് രുചി നൽകുന്ന ഘടകമായി നമ്മൾ ആയിരിക്കണം എന്നുള്ള ഒരു ചുമതലാബോധം വരുത്തി തരികയാണ് ഈ ഉപ്പിൻ്റെ പ്രയോഗത്തിലൂടെ. ഉപ്പ് ഭക്ഷണത്തിൽ ചേരുന്ന ആ പ്രക്രിയയിൽ അവിടെ രുചിയായി ആ ഭക്ഷണം മാറുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും സാമീപ്യം, നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ചേരുമ്പോൾ രുചിയുടെ ഹൃദ്യത അവിടെ അനുഭവവേദ്യമാകണം. അതുപോലെ തന്നെ ഓരോ അവസരത്തിൽ, ഓരോ ഘടകങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ, തൊഴിൽ ശാലകളിൽ, യാത്രാവേളകളിൽ, അവിടെയൊക്കെ ഉപ്പിൻ്റെ ആ കൂട്ട് ഓരോരുത്തരും നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
ഉപ്പിൻ്റെ അഭാവം അരുചി നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ധർമ്മം, നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക് പ്രിയങ്കരമാകണം എന്ന് വലിയ ഒരു സന്ദേശമാണ് ഉപ്പ് ഒന്നാമതായി നമുക്ക് നൽകുന്നത്. രണ്ടാമതായി, ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവർക്ക് കേടുവരുത്തുവാനുള്ളതല്ലെന്നും അവന് ഗുണം വരുത്തുവാനുള്ളതാണെന്നും ഓർമ്മപ്പെടുത്തി തരികയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ പിതാവായ ദൈവം കായേനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? കായേൻ അപ്പോൾ മറുപടി പറയുന്നത് അവൻ്റെ കാവൽക്കാരനാണോ ഞാനെന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം കാവൽക്കാരാകേണ്ടതാണ്. കാവൽക്കാരനെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സംരക്ഷകനാണ് കാവൽക്കാരൻ. നമ്മുടെ അതിർത്തി സൂക്ഷിപ്പുകാരൻ, രാജ്യത്തെ മുഴുവൻ സംരക്ഷിക്കുന്നവനാണവൻ. അതുപോലെ നമ്മുടെ ഗേറ്റ് കീപ്പർ, കാവൽക്കാരൻ, വീടിനെ സൂക്ഷിക്കുന്നവനാണ്. കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളുടെ കാവൽക്കാരാണ്, സംരക്ഷകരായി കഴിയേണ്ടവരാണ്. അതുപോലെ തന്നെ പരസ്പരം നമ്മൾ അവരൻ്റെ സംഹാരകനായിട്ട് മാറുകയല്ല, സംരക്ഷകനായി തീരുകയാണ് വേണ്ടത്. ഉപ്പ് നമ്മെ പഠിപ്പിക്കുന്ന ഈ പാഠം അതാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലോകപ്രസിദ്ധമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനം അങ്ങേക്ക് സ്തുതിയിൽ 2-ാം അധ്യായം 70-ാം ഖണ്ഡികയിൽ പറയും, മനുഷ്യബന്ധങ്ങളുടെ താളം തെറ്റുമ്പോൾ പ്രകൃതിയിൽ അത് പ്രതിഫലിക്കും. കായേൻ ആബേലിനെ വധിച്ചു, ആരും അറിയുന്നില്ല. പക്ഷേ പ്രകൃതിക്കതറിയാം. ആബേലിൻ്റെ രക്തം വീണ ആ മണ്ണ് നിലവിളിക്കുകയാണ്. അതാണ് പിതാവായ ദൈവം ഓടിയെത്തി കായേനോട് ചോദിക്കുക, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? മനുഷ്യബന്ധങ്ങളിൽ താളം തെറ്റുമ്പോൾ പ്രകൃതിക്ക് സഹിക്കാൻ പറ്റില്ല. പ്രകൃതി നിലവിളിക്കും. ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലും ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളമായിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന് നിരപരാധിയായ നിഷ്കളങ്കനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതിനും മനുഷ്യർക്ക് നന്മ ചെയ്തതിനും ജനം യേശുവിനെ കുരിശിലേറ്റുന്നു. കാൽവരിയിൽ 3 ആണിമേൽ നാട്ടപ്പെട്ട് യേശുവിൻ്റെ ജീവൻ വെടിയുന്ന സമയം ജെറുസലേം ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കയറുന്നു. പ്രകൃതി വരുത്തുന്ന അപ്രകമ്പനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ അനീതി പ്രവർത്തിക്കുമ്പോൾ, അവൻ്റെ വിളിക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കാതെ വരുമ്പോൾ പലപ്പോഴും പ്രകൃതിയിൽ അതിൻ്റെ പ്രകമ്പനങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ സംരക്ഷിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തി തരുമ്പോൾ ഉപ്പിലടങ്ങിയിരിക്കുന്ന ഗുണഗണങ്ങളുടെ മാധുര്യം ആസ്വദിക്കുന്ന നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ
അത് പ്രകടിപ്പിക്കാനും ബാധ്യസ്ഥരാണ്. മൂന്നാമതായി, മുറിവുണക്കാൻ ഉപ്പ് ഉപയോഗിക്കുന്നു. പണ്ടുകാലങ്ങളിൽ പച്ചിലയും ഉപ്പും മുറിവ് ഉണങ്ങുന്നതിന് നമ്മുടെ പൂർവികർ വെച്ച് കെട്ടുമായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ഔഷധം ഗുണമുള്ള ഒരു പദാർത്ഥമായി ഉപ്പിനെ കാണുകയും മുറിവുകൾക്ക് വേഗം സുഖമാകുന്നതിന് വേണ്ടി അവർ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും ചാവുകടലിൽ കുളിക്കുന്നവർക്ക് ത്വക്ക് രോഗം മാറിക്കിട്ടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉപ്പിൻ്റെ ഡെൻസിറ്റി ചാവുകടലിൽ 90% ഉണ്ട്. സാധാരണ കടൽ വെള്ളത്തിൽ 50% ഉപ്പാണുള്ളത്. ദൈവം പ്രകൃതിയിൽ എന്തുമാത്രം ഔഷധ ഗുണം നിലനിർത്തുന്നതിന് സൃഷ്ടികർമ്മത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു രീതി നമുക്കവിടെ കാണാൻ സാധിക്കും. മുറിവ് ഉണക്കാനുള്ളവരാണ് നമ്മൾ. മുറിവുണ്ടാക്കാനോ മുറിവ് കൂട്ടാനോ ഉള്ളവരല്ല. അതേസമയം ചിലരുടെ ജീവിതത്തിൽ മുറിവ് കൂട്ടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ ജോബ്, അദ്ദേഹത്തിനെല്ലാം തകർന്നു, മക്കൾ നഷ്ടപ്പെട്ടു, വസ്തുവകളെല്ലാം പോയി, കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു, വളരെയേറെ ശാരീരികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അദ്ദേഹത്തോട് ഭാര്യ പറഞ്ഞത്, ഇനിയും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയാണോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ. കുടുംബജീവിതത്തിൽ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒന്നിച്ചു കഴിയാൻ വിളിക്കപ്പെട്ടവർ പലപ്പോഴും ഇതുപോലുള്ള ദുരവസ്ഥകൾ വരുമ്പോൾ, മുറിവുകൾ ഉണ്ടാകുമ്പോൾ അവരെ തള്ളിപ്പറഞ്ഞിട്ട് അവരെ മുറിവിൻ്റെ ആഘാതം കൂട്ടുന്ന രീതികളും ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ മുറിവ് ഉണക്കേണ്ടവരാണ്. കുടുംബജീവിതത്തിൽ ഇത് ശ്രദ്ധയോടെ, കരുതലോടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ സൂക്ഷ്മതയോടെ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാലാമതായി, അലിഞ്ഞു ചേരുന്നു, താതാമ്യപ്പെടുന്നു. തന്മയീഭാവം ഉപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളത്തിൽ ഉപ്പ് ലയിച്ചു ചേരുന്നു. അതുപോലെ വിഘടിച്ചു നിൽക്കാതെ അലിഞ്ഞു ചേരുന്ന പ്രകൃതമുള്ളവരായി മനുഷ്യർ മാറണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ അന്തഃഛിദ്രമുള്ള കുടുംബം നിലനിൽക്കില്ല. വിഘടിച്ചു നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് കുടുംബത്തെ യഥാവിധം കെട്ടിപ്പടുക്കുന്നതിന് സാധിക്കില്ല. അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്നുകൂടെ ഈ അലിഞ്ഞു ചേരൽ എന്ന ആ മൂല്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ യേശുവും കുടുംബവും സംബന്ധിക്കുമ്പോൾ അവിടെയുണ്ടാകുന്ന അപജയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ ധന്യരാക്കുവാൻ വേണ്ടി അവർ മുതിരുന്നു. താതാമ്യപ്പെടലാണ്. ഇതുപോലെ മനുഷ്യരായ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ അവരുമായി താതാമ്യപ്പെട്ട് അവരുടെ വേദനകൾ കുറച്ച്, അവരുടെ ബുദ്ധിമുട്ടുകൾ അകറ്റി അവരെ സന്തോഷത്തിൽ കൊണ്ടുവരേണ്ട ചുമതല കൂടെ ഉണ്ടെന്ന്
ഉപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്. അഞ്ചാമതായി, ഉപ്പ് വളമായി ഉപയോഗിക്കുന്നു. അടിവളമായി നമ്മൾ മാറണമെന്നുള്ള ഒരു വലിയ ഉൾക്കാഴ്ചയാണ് ഉപ്പ് നമുക്ക് നൽകുന്നത്. നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ പച്ചപ്പ് നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി അടിവളമായി തീർന്നതുകൊണ്ടാണ്. അവർ തികച്ചും പരിമിതമായ സാഹചര്യങ്ങളിൽ പിൻതലമുറയ്ക്ക് മെച്ചപ്പെട്ടൊരു ജീവിതാന്തസ് വേണം എന്ന് കരുതിക്കൊണ്ട് അവർ ലളിതമായ ജീവിതം നയിച്ച് അവർ മിച്ചം വെച്ചതുകൊണ്ടാണ് നമുക്കിന്ന് ഈ സൗഭാഗ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതങ്ങളെ മെച്ചപ്പെട്ട രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിന് പിൻബലവും അടിവളവുമായി മാറുന്നത് നമ്മുടെ മാതാപിതാക്കളും മുതിർന്ന തലമുറക്കാരുമാണ്. ഉപ്പ് അടിവളമായി ഉപയോഗിക്കുന്നത് പോലെ കുടുംബത്തിൽ, സമൂഹത്തിൽ അടിവളമാകാൻ സന്നദ്ധരാകുന്ന ആളുകളുടെ തോതനുസരിച്ചാണ് സമൂഹം കൂടുതൽ മെച്ചമാകുന്നത്. ഈ ചിന്ത ഉപ്പ് നമുക്ക് നൽകുന്നു. ആറാമതായി, ശുദ്ധീകരിക്കുന്നതിന് ഉപ്പ് ഉപയോഗിക്കുന്നു. മാലിന്യ സംസ്കരണ പ്രക്രിയയ്ക്ക് ഉപ്പ് അത്യുത്തമമായ ഒരു ഔഷധമാണ്. നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി നിർമ്മിക്കുന്ന കിണറുകൾ കാലാകാലങ്ങളിൽ വൃത്തിയാക്കുമ്പോൾ ഉപ്പും കരിക്കട്ടായും നമ്മൾ നിക്ഷേപിക്കുന്നു. ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം വലിച്ചെടുത്ത് മാലിന്യമെല്ലാം മാറ്റി ശുദ്ധിയാക്കി തരുന്നതിന് വേണ്ടി. ഉപ്പ് പ്രകൃതിയിലെ മാലിന്യങ്ങളെ ശുദ്ധീകരിച്ച് ഉപയുക്തമാക്കുന്നത് പോലെ സമൂഹത്തിൽ മനുഷ്യപ്രകൃതിയിൽ വരുന്ന മാലിന്യ പ്രകൃതിയെ ശുദ്ധീകരിച്ച് വിശുദ്ധിയിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ക്രൈസ്തവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം അതുതന്നെ നമുക്ക് പാഠമാവുകയാണ്. 7, വേർതിരിച്ച് എടുക്കുന്നു. കടൽ വെള്ളം വറ്റിച്ച് ബാഷ്പീകരിച്ച് ഉപ്പ് നിർമ്മിക്കുന്നു. നമ്മളും ലോകത്ത് ജീവിക്കുമ്പോഴും ലോകത്താന്മാരായി ജീവിക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്ലാദിച്ചാനന്ദിക്കുവിൻ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പറയും, എല്ലാവരെയും വിശുദ്ധിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. വിശുദ്ധരായി ജീവിക്കുന്നതിനാണ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. ലോകത്ത് ജീവിക്കുമ്പോഴും വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക നൽകി വേർപെട്ടൊരു ജീവിതം, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായൊരു ജീവിതം, അവരെ ദൈവിക മേഖലയിലേക്ക് കൊണ്ടുവരത്തക്ക ഉദാത്തമായൊരു ജീവിതം നയിക്കുന്നതിന് നമ്മെ ക്ഷണിക്കുകയായി നമ്മളതെടുക്കണം. 8ാമതായി, ഉപ്പ് 2 പദാർത്ഥങ്ങൾ ചേർന്ന് നിർമ്മിതമാണ്. സോഡിയവും ക്ലോറൈഡും 2 മൂലകങ്ങൾ ചേർന്ന് ഉപ്പായി മാറുന്നു. രണ്ടും തനിച്ച് നിൽക്കുമ്പോൾ അപകടകാരികളാണ്. സോഡിയവും ക്ലോറൈഡും ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് ഉപകാരിയുമായി മാറുന്നു. ഇതുപോലെയാകണം നമ്മൾ. വിഘടിച്ച് നിന്ന് ഉപദ്രവം വരുത്താതെ ഒന്നിച്ച് നിന്ന് ഉപകാരമുള്ളവരായി മാറുന്നതിന് ഉപ്പ് നമ്മെ ക്ഷണിക്കുന്നു. ഉപ്പിൻ്റെ ഈ മൂല്യങ്ങൾ നമ്മോടാവശ്യപ്പെടുന്നത്
ഇത്തരത്തിലുള്ള നല്ല മൂല്യങ്ങൾ നിലനിർത്തണം എന്നാണ്. 9, ഉപ്പ് അമിതമായാൽ വിഷമായി മാറുന്നു. ഉപ്പ് അമിതമായി ഉപയോഗിക്കുമ്പോൾ വിഷത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറുന്നു. ചേരുംപടി ചേരുമ്പോഴാണ് അതിന് മൂല്യവർധന ഉണ്ടാകുന്നത്. 10 നമ്മൾ കാണുന്നത് ഉറകെട്ട് പോയാൽ അത് വലിച്ചെറിയപ്പെടുന്നു. ഉപ്പിൻ്റെ സ്വത്വം നിലനിർത്തുവാൻ ഉപ്പ് ശ്രമിക്കുമ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുന്നത്. മനുഷ്യരായ നമ്മൾ ദൈവത്തിൻ്റെ ഛായയും ജീവനും സ്വന്തമാക്കിയിരിക്കുന്ന നാം അതിനനുസൃതമായൊരു ജീവിതം നയിച്ച് ആ സ്വത്വത്തെ നിലനിർത്തുമ്പോഴാണ് നമ്മെ അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ പരിഹാസപാത്രങ്ങളായി നമ്മൾ തീർന്നു പോകും. അപ്പൻ്റെ ധർമ്മങ്ങൾ നിർവഹിച്ച് കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അപ്പൻ ആദരിക്കപ്പെടുന്ന വ്യക്തിയായി മാറുന്നു. തൻ്റെ കടമകളും ഉത്തരവാദിത്വങ്ങളും മറന്ന് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു അപഹാസ്യനായി തീരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. അവരവരുടെ വിളിക്കനുസരിച്ച് ഉയർന്ന് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ തോതനുസരിച്ച് സ്വയം അഭിമാനിക്കാനും മറ്റുള്ളവരുടെ സ്നേഹവും വാത്സല്യവും സ്വീകരിച്ച് ജീവിക്കാനും സാധിക്കും. ഉപ്പിൻ്റെ ഗുണഗണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നതായി നമുക്ക് സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് ഈശോ പറയുമ്പോൾ ഈ നല്ല ഗുണഗണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം എന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഈശോ ആഹ്വാനം ചെയ്യുന്നത്. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. നല്ലവനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.